BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയാകും. തളിപ്പറമ്പിൽ ശ്യാമള മത്സരിക്കുന്നതിനെതിരെ പ്രാദേശികമായി എതിർപ്പുകൾ ഉയർന്നിരുന്നു. പാർട്ടി ഘടകങ്ങളിൽ സജീവമായിരുന്നു ശ്യാമള എങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ അദ്ദേഹം ഒഴിയുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് CPM രീതിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനമുയർന്നത്. ഇതിനെ തുടർന്നായിരുന്നു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി MV ജയരാജനെ നിർദ്ദേശിക്കാൻ സംസ്ഥാന നേതൃത്വം നിർബന്ധിതരായത്. MV ജയരാജൻ കണ്ണൂർ ജില്ലയിലെ എടക്കാട് മണ്ഡലത്തിൽ നിന്ന് 1996 നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൂടാതെ ജില്ലാ നേതൃത്വത്തിന് ജയരാജൻ സ്വീകാര്യനായിരുന്നു. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലമാണ് തളിപ്പറമ്പ്. അതിനാൽ ജയരാജന് പകരം മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറിനെയും അവിടെ നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ പേരാവൂരിലേക്ക് മാറ്റിയ KK ശൈലജയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നും ചിലർ വാദിച്ചിരുന്നു. ശൈലജയെ തളിപ്പറമ്പിൽ നിർത്തി പകരം കഴിഞ്ഞ പ്രാവശ്യം സണ്ണി ജോസഫിനെതിരെ മികച്ച മത്സരം കാഴ്ചവെച്ച സക്കീർ ഹുസൈനെ പേരാവൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നുമായിരുന്നു ഇവരുടെ അഭിപ്രായം. തളിപ്പറമ്പിൽ അവിടെ പ്രതിനിധാനം ചെയ്ത ജെയിംസ് മാത്യുവിന്റെ ഭാര്യ N സുകന്യയുടെ പേരായിരുന്നു ആദ്യം ഉയർന്നത്. പിന്നീടാണ് അത് PK ശ്യാമളയിൽ എത്തിയത്. നിലവിൽ മറ്റു എതിർപ്പുകൾ അവഗണിച്ചാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനമാക്കിയത്. കൂടാതെ ശ്യാമളയെ ഉൾപ്പെടുത്തിയുള്ള കണ്ണൂരിൽ നിന്നുള്ള CPM പട്ടികയ്ക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം ഇനി പേരാവൂരിൽ KK ശൈലജയും പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും മത്സരിക്കുന്നതായിരിക്കും. ഇതോടുകൂടി CPMൽ വിയോജിപ്പുകൾ ഉയർന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.